ഇപ്പോൾ നിലമ്പൂരിൽ വി ഡി സതീശൻ, സണ്ണി ജോസഫ്, പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട്. ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ UDF വിജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു തുടക്കം ഞങ്ങൾക്ക് നൽകണം. ആര്യാടൻ ഷൗക്കത്തിന് കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. UDF ചെയർമാൻ പറഞ്ഞത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. UDF ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം. നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ UDF വന്നാൽ ഈ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രതീകമാണ്. കാരണം ഇടതുപക്ഷ ഭരണത്തിൻ്റെ വൻ വീഴ്ചകളും പോരായ്മകളും ഉയർത്തിപ്പിടിച്ച് MLA രാജിവെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഭരണ പരാജയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് MLA രാജിവെക്കുന്നതും ഈ തെരഞ്ഞെടുപ്പുണ്ടാവുന്നതും. അപ്പം പിന്നെ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്ന് അതേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി 8 മാസം 1 കൊല്ലം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പകരം ഒരു സംവിധാനം, അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട്. ആ മെയിൻ വിഷയങ്ങളിൽ നിന്നൊക്കെ മലയോര കർഷക മേഖല, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ പൊട്ടി വീണത്, അങ്ങനെ പല വിഷയങ്ങളിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നോൺ ഇഷ്യൂസ് കൊണ്ടുവന്ന് ചർച്ചയാക്കാൻ നോക്കി. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. കാരണം ഇപ്പോൾ ഏത് വിഷയം വന്നാലും ശരി, ആ വിഷയത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ നാട്ടിൽ വ്യക്തമായ നിലപാടെടുത്തതാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി ഭരണം ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് അതാണ് പറഞ്ഞത്. സാമ്പത്തിക അരാജകത്വം, ഒന്നിനും പണമില്ല. ആശാവർക്കർമാർക്ക് 10 പൈസ കൊടുക്കാൻ പോലും കാശില്ല എന്ന് പറയുമ്പോൾ കാശുണ്ടാക്കാൻ കഴിയണ്ടേ? കാശ് ഉണ്ടാക്കാൻ കഴിയണമല്ലോ, അതാണ് ഭരണം. അല്ലാതെ ഞങ്ങളടുത്തൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മൃഗങ്ങൾ വരുമ്പോൾ വൈദ്യുത വേലി കെട്ടാൻ പണമില്ല എന്ന് നാട്ടുകാരോട് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? പണം ഉണ്ടാവണം. പണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്ന ഈ ഇപ്പോൾ 10,000-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും, ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും എന്നൊക്കെ UDF പ്രവർത്തകന്മാർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിൻ്റെ കാരണം അതാണ്. വാർത്താമാധ്യമ പ്രതിനിധികൾക്കും ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ UDF മുൻതൂക്കമാണ്. അതിൻ്റെ കാരണം അതാണ്. ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. അടുത്തത് നല്ല പോലെ ഞങ്ങൾ പെർഫോം ചെയ്യും. അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ഞങ്ങളുടെ ഇടയിൽ വലിയ ഐക്യവും ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭദ്രതയും ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇരുന്നത്. ഓക്കെ, ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി, വി ഡി സതീശൻ, സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ എന്നിവർ മാധ്യമങ്ങളെ കാണുകയാണ്. വിജയപ്രതീക്ഷ പങ്കുവെക്കുകയാണ് UDF ക്യാമ്പ്.